ഞാനിത് എവിടെ? ഇവിടെ ഹോസ്പിറ്റലില്. അയ്യോ, അയ്യോ, ഒന്നും തന്നെ ഞാൻ ചെയ്തതൊക്കെ വെച്ച് നോക്കിയാലേ ഇതൊന്നും വലിയ കൂടുതലൊന്നുമല്ല. അതുകൊണ്ട് എനിക്ക് വലിയ വലിയ വേദനയൊന്നുമില്ല. ഇവിടെ കൊണ്ടുവരുമ്പോ കിടന്ന് നിലവിളിക്കായിരുന്നു. പിന്നീട് പെയിൻ കില്ലർ തന്നതിന് ശേഷമാ ചെറുതായിട്ടൊന്ന് മയങ്ങിയത്. ഞാനോ മയങ്ങിയത്? നിന്റെ അച്ഛനടി. നിനക്കറിയാൻ പാടില്ലാത്തൊരു കാര്യം ഞാൻ പറയാം. അവനെ കൊന്നതേ ഞാനാ. ആ വിശ്വനാഥനെ. ഏത് വിശ്വനാഥനെ? അവന്റെ മോനുമായിട്ട് ബൈക്കിൽ വരുമ്പോഴാ ഞാൻ എന്റെ ലോറി കൊണ്ടുപോയി ആ ബൈക്കിൽ ഇടിച്ചത്. പാഞ്ഞു കയറിയെന്ന് വേണമെങ്കിൽ പറയാം. സ്പോട്ടിൽ തന്നെ അച്ഛൻ തീർന്നു. മകന്റെ നടുവൊടിഞ്ഞു. വീഴ്ചയിൽ നിങ്ങളുടെ സമനില തെറ്റിയെന്നാ എനിക്ക് തോന്നുന്നത്. സമനില? അയ്യോ, രണ്ട് കാലിലും പരിക്കുപറ്റിപ്പോയി. അല്ലെങ്കിലുണ്ടല്ലോ വിശ്വനാഥനോടൊപ്പം നിന്നെ ഞാൻ പറഞ്ഞു വിട്ടനെ. അവരിപ്പോ ഒരു കൂട്ടില്ലാതെ അലയാ. ഒരാൾ അവനൊപ്പം കൂടിയാ എന്താ എനിക്ക് വിളിയോ? ഇയാൾ എന്തൊക്കെയാ ഈ പറയുന്നേ? അയ്യേ, അയ്യോ, ഒന്ന് നിന്നേ. അയ്യോ, അയ്യോ, മോള് പറഞ്ഞത് നേരാണല്ലോ. ഇത്രയും നേരമായിട്ട് ഒരു വിവരവും ഇല്ലല്ലോ. മുത്തശ്ശി, ഇപ്പൊ സിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നു. അച്ഛൻ അവിടെയുണ്ട്. ആക്സിഡന്റ് ആയിട്ട് കിടക്കുകയാണ്. അയ്യോ, അവനെന്താ സംഭവിച്ചേ? എന്താ സംഭവിച്ചെന്നൊന്നും എനിക്ക് അറിയത്തില്ല മുത്തശ്ശി. അയ്യോ, അപകടത്തിൽ പെടേണ്ടവര് വീടെത്തി. അച്ഛൻ ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിലും ആയി. ഭഗവാനെ, ഇവരെങ്ങോട്ട് തിരിഞ്ഞാലും അപകടമാണല്ലോ. പിന്നെ എന്തിനാ ഇതിനൊക്കെ നടക്കുന്നേ? അത് എന്നോടാണോ ചോദിക്കുന്നത്? ഒരു കാര്യത്തിന് പോകുമ്പോ 100% വിജയിക്കും ഉറപ്പിച്ചിട്ടല്ലേ പോവേണ്ടത്? വെറുതെ അങ്ങ് ഇറങ്ങി പുറപ്പെടുവാണോ? എന്റെ മോളെ, നമ്മളെക്കാളും ഒക്കെ വിശ്വാസമായിരുന്നു അവന്റെ ലോറിയെ. എന്നിട്ട് അതും ചതിച്ചോ? നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തണം. എന്റെ ദൈവമേ, ഇനി അച്ഛന്റെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ലല്ലോ. മോളെ, കണ്ണന്റെ കാറിന്റെ പിന്നാലെ നിയന്ത്രണം വിട്ടായിരിക്കും അവന്റെ ലോറി പാഞ്ഞത്. ഇനി എവിടെയെങ്കിലും മറിഞ്ഞോന്നറിയത്തില്ലല്ലോ. ഈ വാർത്ത കേട്ടതോടെ എന്റെ മനസ്സിനും പരിക്ക് പറ്റി മുത്തശ്ശി. മോള് പോയി അമ്മയോട് പറ അവൻ അപകടം പറ്റിയെന്ന്. എന്നിട്ട് നമുക്ക് പോകാം. ഓരോരോ നല്ല വാർത്ത കേൾക്കാൻ വേണ്ടിട്ട് കാത്തിരിക്കുന്നത് മാത്രം മിച്ച്. കേൾക്കേണ്ട വാർത്ത ഒരിക്കലും കേൾക്കാൻ പോകുന്നില്ല. അയ്യോ, എന്റെ മോളെ. അയ്യോ മോനെ പ്രതാപ, നിനക്ക് എന്താടാ പറ്റിയേ? കാണുന്നതൊക്കെ ഒരുത്തിനെ കൊല്ലാൻ പോയിട്ട് നിനക്കാണല്ലോടാ പരിക്ക് പറ്റിയേ. ഞാൻ ആരെ കൊല്ലാൻ പോയ കാര്യം നിങ്ങൾ ഈ പറയുന്നേ? ചോദിച്ചു കേട്ടില്ലേ? പറ. വീഴ്ചയുടെ ആഘാതത്തില് അച്ഛൻ ഓർമ്മ പോയെന്നാ മുത്തശ്ശി തോന്നുന്നത്. ഓർമ്മ പോയത് നിന്റെ തന്തയ്ക്കാ. എടാ, അത് തന്നെയല്ലേ ഇവള് പറഞ്ഞത്. മോളെ, നിനക്ക് എന്താടാ പ്രതാപ പറ്റിയേ? കുന്തം എനിക്കല്ലല്ലോ പറ്റിയത്, വിശ്വനാഥനല്ലേ. ലോറി ഇടിച്ച ഞാൻ അവനെയല്ലേ കൊന്നേ. പാവം. ഓ, മരിക്കുന്ന സമയത്ത്
എന്റെ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. കഷ്ടം, എത്ര നാൾ ജീവിച്ചിരിക്കേണ്ടവരാ. എന്നിട്ടിപ്പോ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക ഗതി കിട്ടാതെ. മോളെ ഇനിയിപ്പോ അവന് ഗതി കിട്ടണമെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. സത്യങ്ങളൊക്കെ കണ്ണനറിയിക്കണം. അയ്യോ, കണ്ണൻ മാത്രമല്ല, ഇവളുടെ കെട്ടിയോന്റെ അമ്മയൊക്കെ നടന്നതൊക്കെ അതേപടി തന്നെ അറിയണം. അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? ഒരുത്തനെ കൊന്നതും പോരാ, ഇനി അറിയാൻ പാടില്ലാത്തവരൊക്കെ അറിയണോ? അറിയണം.